ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു ഡോക്ടറാണോ ഇങ്ങനെ പിന്നെ പ്രണയപ്പക എന്നൊക്കെ ഉള്ള പേരിൽ തോക്കെടുത്ത് മറ്റൊരു സ്ത്രീയെ വെടിവെച്ചു ഇങ്ങനൊരു അപകടമായ അവസ്ഥയിൽ എത്തി? ഇങ്ങനെയൊക്കെ ഒരു ഡോക്ടർ ചെയ്യും? ഒരു വെടിവെപ്പ്, ഒരു ഡോക്ടറായ സ്ത്രീ മറ്റൊരു സ്ത്രീയെ വെടിവെച്ച ഒരു കേസ് ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അവിടെ കേട്ടോ ഒന്ന് നിർത്തേണ്ടത്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അവിടെയാണ് ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരേണ്ടതായിട്ട് ഉള്ളത്. അതായത് ഹൈ ലെവൽ IQ ആയിരിക്കും, പക്ഷേ ഇമോഷണൽ കോഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇത്തരം കേസുകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഈ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ തന്നെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഓമന എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ, കാമുകനെ ഒരുപാട് പീസസ് ആയിട്ട് വെട്ടി നുറുക്കിയിട്ട് കൊണ്ട് കളഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയിലുകളിൽ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് ഹൈ ലെവൽ IQ ഉള്ള എന്നാൽ വളരെ കുറഞ്ഞ ഈ ഇമോഷണൽ ക്വസ്റ്റ്യൻ വളരെ ലോ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ലോ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ ഒറ്റ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ്. ജനറ്റിക് ആയിട്ടുള്ളതുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്, പിന്നെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഹോർമോൺസിൻ്റെതായിട്ടുള്ള താളം തെറ്റലുകളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ചിലപ്പോൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എങ്കിലും വളരെ ദേഷ്യമാണ്, സങ്കടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്, അതുപോലെ വൈറ്റമിൻ D ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഇതൊക്കെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കണക്കാക്കിയാണ് ഇമോഷണൽ കോഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത്. അത് വലിയ ശക്തമായ ഒരു കാര്യമാണ്. മനസ്സെന്ന് പറയുന്നത് എന്ത് പവർഫുൾ ആയിട്ടുള്ളൊരു സംഗതി അല്ലേ? പക്ഷെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാതെ വിടുന്നത് മനസ്സിനെയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഫീല്, കാരണം ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടല്ലോ വേദനയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വരുന്ന ഒരു അപമാനവും, നമ്മൾ ഇത്രയും നാളും എന്തിന് ഇത്രയും സമയം കൊടുത്തു, നമ്മൾ എന്തെല്ലാം റിസ്കുകളാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ എടുത്തത് എന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. തോട്ട് പ്രോസസ്സ് നമ്മളെ വല്ലാത്തൊരു അപകടത്തിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പം അങ്ങനെ തോട്ട് പ്രോസസ്സ് വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാനുള്ള ഇൻസൈറ്റ് ഇല്ലാതാവുമ്പോഴാണ് ഈ അപകടത്തിൽ പോകുന്നത്. അപ്പം ഇൻസൈറ്റ് ഉള്ള ഒരു തലത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നവരാണ് പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത്. കാരണം എനിക്ക് ഈ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ നോവ് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അപമാനം സഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിലാകുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചോദിക്കാനില്ല. എന്തിനെന്നെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഈ ചോദ്യങ്ങളൊന്നും അവിടെ പാടില്ല. കാരണം കമ്മിറ്റ്മെന്റ്സ് ഇല്ലല്ലോ. കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ടും വേറെ നിയമങ്ങളില്ല. അപ്പം നമുക്കിങ്ങനെ ചോദ്യങ്ങളില്ല. പിന്നെ ഉള്ളത് മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ളവരാണ് അധികവും ക്ലയൻസ് ആയിട്ട് വരുന്നത്. കാരണം ആരോടും പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ ഈ കേസിൽ ഡോക്ടറാണ് ഇപ്പം എൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ചോ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ട്രെയിനിങ് കൊണ്ടും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് മനസ്സിലാകാണ് ഇവരൊരു അപകടത്തിലാണ് നിൽക്കുന്നത്. ഇവരൊന്നെങ്കിൽ ഇവർ സ്വയം ഇല്ലാതാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും. അങ്ങനൊരു തലത്തിലാണെങ്കിൽ നമുക്ക് ഈ എത്തിക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റേണ്ടി വരും. നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത ഒരാളെയും കൂടെ നമുക്ക് ഹെൽപ്പിന് വേണം. അങ്ങനെ അല്ലാതെ വരുന്ന കേസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. കാരണം നമ്മളിപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയും അല്ലെങ്കിൽ മനസാക്ഷിയും ഒക്കെ വിചാരിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തലത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ നമ്മളായിരിക്കും നമ്പർ 1 ശത്രു. അപ്പം ഇങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട് എൻ്റെ അടുത്ത്. എല്ലാ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും ഒക്കെ വരാറുണ്ട്. അപ്പം എപ്പോഴും പ്രൊഫഷണലായി തന്നെ അതിരുകൾ സൂക്ഷിച്ച് വെക്കണമെന്ന് നിരവധി തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണെങ്കിലും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും ഞാൻ മുന്നോട്ട് വെക്കാറുണ്ട്. അയ്യോ അവര് ആരും ഇല്ലല്ലോ. പക്ഷെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇത്തരം അപകടത്തിലായ ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഞാൻ ആരും അറിയാതെയാണ് വന്നിരിക്കുന്നത്, എനിക്കിതിനകത്തിൽ ആരും അറിയിക്കേണ്ടതില്ല, ഞാൻ എൻ്റെ വീട്ടിലറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് എനിക്ക് മാഡത്തിനോടൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു റിസ്ക് അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കേസുകൾ ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര ട്രെയിനിങ് ഒരു ഫാക്ടറാണ് എപ്പോഴും പറയും. കൗൺസിലേഴ്സിൻ്റെ ലൈഫിൽ ട്രെയിനിങ് വലിയൊരു ഘടകമാണ്. കുറച്ചൊക്കെ നമുക്കൊരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതായിട്ടും വരും.
പിന്നെന്ന് വെച്ചാൽ നമുക്ക് തോന്നുകയാണ് നമ്മളുടെ ഉള്ളിൽ പക നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും. നമ്മൾ ആ ഡോക്ടറിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കും. നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പിടിക്കപ്പെടും. പിന്നെ മനുഷ്യനല്ലേ, മനസ്സല്ലേ, അതിന് താളം തെറ്റും. പെർഫെക്റ്റ് മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമില്ല. നല്ല മനസ്സെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരാളെ കളയണമെങ്കിലും അയാളെ പറഞ്ഞ് കൺവിൻസ്ഡ് ആക്കി ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി തന്നെ കളയാൻ പറ്റും. ഒരു പ്രൊഫഷണലുടെ മുമ്പിൽ കൊണ്ടുപോയി രണ്ടുപേരും, അങ്ങനെ എത്രയോ കൺസൾട്ടേഷൻസ് വരാറുണ്ടെന്നറിയോ. അതുപോലെ തന്നെ നമ്മളെ ഒരാൾക്ക് വേണ്ടാന്ന് വെച്ചാലും ചില മനുഷ്യന്മാരെ കളയാൻ ഭയങ്കര എളുപ്പമാണ്. പൂച്ചക്കുഞ്ഞിനെ കളയുന്ന പോലെ തട്ടിത്തെറിപ്പിച്ച് കളയും. അങ്ങനെ വരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെയൊക്കെ വേണ്ടാതായി കഴിഞ്ഞു, ഇനി അവിടെ നിന്നിട്ട് എന്ത് കാര്യമാണ് അല്ലേ? ഒരു കാര്യമില്ല. അപ്പം നമുക്ക് വേദനയോടാണെങ്കിലും അവിടുന്ന് പടിയിറങ്ങാൻ പറ്റണം. നമ്മൾ ഇത്രയും പഠിച്ചില്ലേ, അല്ലെങ്കിൽ പഠിത്തവും വിദ്യാഭ്യാസവും ഉദ്യോഗവും തമ്മിലൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന്. തിരിച്ചറിവുകളാണ് മുഖ്യം. നേരും നിറവും തിരിച്ചറിവാണ് മുഖ്യം.